നമസ്കാരം. കടത്തിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നിത്യവും ചെയ്യാനും അത് വേണ്ട രീതിയിൽ പാലിക്കാനും ഒക്കെ സാധിക്കാത്തവരാണ്. എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങളും ഇതുതന്നെയാണ്. സാമ്പത്തിക ബാധ്യതകൾ. എളുപ്പത്തിൽ നമുക്ക് മാർഗമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് കടം തീർത്ത മാർഗം. പക്ഷെ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അഥവാ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മുൻകരുതലുകൾ എടുത്ത് അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. പാഴ്ചെലവുകളൊക്കെ ഒരുപാട് വന്നു ചേരുന്നവർക്ക് പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക. ഇവയൊക്കെ കടം കൂടാനായിട്ട് സഹായിക്കുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടദേവതയെ ഭജിക്കുക. കടം വാങ്ങിയതോ തൻ്റേതല്ലാത്ത കാശ് കൊണ്ടൊന്നും ആരും വഴിപാട് നടത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ പ്രയത്നം കൊണ്ട് കിട്ടുന്ന കാശാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവരുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ തന്ന പണമോ അല്ലെങ്കിൽ ബിസിനസ്സിലെ പങ്കാളികളെ പറ്റിച്ചുണ്ടാക്കുന്ന പണമോ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉപകരിക്കില്ല. അത് നമ്മളെ കൊണ്ട് ഒരിക്കലും ഉപകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് നിധി കിട്ടിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പണം കിട്ടിയെന്നൊക്കെ പറയുന്നവർ ലോട്ടറി കിട്ടിയെന്ന് പറഞ്ഞാലും തൽക്കാല പ്രശ്നങ്ങൾ തീരുമെന്നല്ലാതെ പിന്നീട് ആരും ആ പണം ഉപയോഗിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ സൂക്ഷ്മ ശക്തികളുടെ അധീനതയിലുള്ള നിധികുംഭങ്ങളൊക്കെ കിട്ടിയെന്ന് വെച്ചാലും അവയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ദയാഭക്തിയാദരപൂർവം നമ്മൾ ധനം കൈകാര്യം ചെയ്യുകയും ആ പാഴ്ചെലവുകൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ധനം നിലനിൽക്കാനും കടങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു, താമസയോഗ്യമായിട്ടൊരു വീട് വെച്ചു, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ചെറിയ വാഹനം വാങ്ങി, അല്ലെങ്കിൽ കുട്ടികളുടെ സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടി കടം വാങ്ങി, അതൊക്കെ ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ്. അപ്പം അത് വന്ന് കടമാവുമ്പോൾ നമ്മൾ ആ കടത്തിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. അനിഴ നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ അല്ലെങ്കിൽ ചൊവ്വ കുജ കാലഹോരയിലൊക്കെ നമ്മൾ കടം കൊടുക്കാനുള്ള പണത്തിൻ്റെ ഒരംശം നമ്മൾ കൊടുത്തിപ്പോൾ ബാങ്കിൽ കുറേ ലോൺ ഉണ്ട്, അടച്ചിട്ട് തീരുന്നില്ല. അനിഴ നക്ഷത്രം ദിവസത്തിൽ കുജകാലഹോരയിലൊക്കെ നമ്മൾ അതിൻ്റെ ആ ലോണുള്ള ഭാഗ്യത്തിൻ്റെ ഒരംശം നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ പണം കടം തീർന്നു കിട്ടാനുള്ള സ്രോതസ്സുകൾ നമ്മളിലേക്ക് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് കടത്തിൻ്റെ ബാധ്യത ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കടമാണുള്ളതെങ്കിൽ അതിൻ്റെ ഒരംശം കൊണ്ട് നമ്മൾ മത്സ്യത്തിൻ്റെയോ മീനിൻ്റെയോ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് മഹാവിഷ്ണുവിന് ഇനി വരും ജന്മങ്ങളിൽ ഞാൻ ഭഗവാനെ സമർപ്പിച്ചു കൊള്ളാമെന്നും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ പണത്തിൻ്റെ ഒരംശം തന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഒരു മീനിൻ്റെ പ്രതിമയോ വെള്ളിയുടെ പ്രതിമയോ അല്ലെങ്കിൽ ആനയുടെ പ്രതിമയോ ഉണ്ടാക്കിയിട്ട് അത് വെള്ളിയിലോ സ്വർണത്തിലോ ഉണ്ടാക്കിയിട്ട് സ്വർണം വാങ്ങിക്കാൻ കഴിയുള്ളവരാണെങ്കിൽ സ്വർണത്തിൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ രൂപം ഉണ്ടാക്കി വിഷ്ണു ഭഗവാന് ദാനം ചെയ്യുക. അങ്ങനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ജന്മങ്ങളിൽ നമ്മൾ ഭഗവാനെ സേവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, ഭാഗ്യസൂക്തം പാരായണം ചെയ്യുക, ശ്രീ സൂക്തം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ശ്രീം എന്നാണ് എല്ലാ ദിവസവും നിങ്ങളുടെ പണത്തിൻ്റെ ആ രാവിലെയുള്ള പണത്തിൻ്റെ കൊടുക്കലുകൾ വാങ്ങലുകൾക്ക് മുമ്പിൽ അതിരാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് ശ്രീം എന്ന് 108 ഊര് ജപിക്കുകയോ എഴുതുകയോ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കടങ്ങൾ തീരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ടിപ്സുകളാണ്. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കടങ്ങൾ പെട്ടെന്നായിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ്. 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ ചെയ്താലും നമ്മുടെ കടങ്ങളൊക്കെ തീരാനുള്ള സ്രോതസ്സുകളൊക്കെ നമ്മളിലേക്ക് തെളിഞ്ഞു വരും.